ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് 10 മിനിറ്റിൽ അരിയോ ഉഴുന്നോ ഒന്നും അരയ്ക്കാതെ തയ്യാറാക്കുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ചട്നിയും തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചട്നി തയ്യാറാക്കാം. അപ്പോൾ ഒരു കടായി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടായി നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഞാൻ ഒരു പിടി കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും മാറി മാറി വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ 1-2 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കപ്പലണ്ടിയൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇത് ചെറുതായിട്ട് തന്നെ പൊട്ടി വരും. ആ ഒരു സമയം വരെ നമുക്കൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കപ്പലണ്ടിയൊക്കെ നല്ല പൊട്ടി ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടൊന്ന് മാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി അതേ പാൻ തന്നെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് എണ്ണ മാത്രം മതി. അതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. പൊട്ടുകടലയല്ല കേട്ടോ, നമ്മുടെ സാധാരണ കടലപ്പരിപ്പാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അത് ചെറിയ രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മളിത് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് കരിഞ്ഞു പോകരുത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ സവാളയാണ് ഞാൻ ചേർക്കുന്നത്. വളരെ കുറച്ച് മാത്രം മതി. കൂടെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്നൊന്ന് വഴണ്ടി വരുന്നതിന് വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി ചേർത്ത് ഇതൊക്കെ ഒന്ന് വാടി വരണം. ഒരുപാടങ്ങ് വഴണ്ടി വരേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഒരു പച്ചപ്പൊക്കെ മാറിയിട്ട് ഒന്ന് വാടി വരണം. ആ ഒരു സമയം വരെ നമുക്കൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. നല്ല വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു ചട്നിയാണ് കേട്ടോ. ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതാണ്ട് നമ്മളിത് ഇളക്കി ചേർത്ത് കൊടുത്ത് അത്യാവശ്യം ഇതൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ തക്കാളിയാണ് ചേർക്കുന്നത്. ഇനി തക്കാളിക്ക് പകരം നമ്മുടെ വാളൻപുളി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ രണ്ടിനും 2 ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. പുളിയോ തക്കാളിയോ ചേർക്കാവുന്നതാണ്. തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും 1 മിനിറ്റ് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. അത് ഒരുപാടൊന്നും വഴണ്ടി വരേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിലൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ ഒന്ന് വഴണ്ട് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂട് മാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഞാനൊരു മിക്സിയുടെ ജാറാണ് എടുത്തേക്കുന്നത്. മിക്സിയുടെ ചെറിയ ജാറാണ്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കപ്പലണ്ടിയുടെ തോലൊക്കെ മാറ്റിയിട്ട് ആ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മളിപ്പോൾ വഴറ്റിയെടുത്തത് ചെറിയ ചൂടോടുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ചെറിയ ചൂട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മളിത് വഴറ്റിയെടുത്തപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അരയ്ക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പച്ചവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കരുത്. ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ ഒരു പച്ച ചുവ വരും. അപ്പോൾ ദാ ഇത് ഞാനെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമുക്ക് എത്രത്തോളം ലൂസായിട്ട് വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാവുന്നതാണ്. ഇതാ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഈ ഒരു രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇനിയും ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് ഇത് അരയ്ക്കുമ്പോൾ തന്നെ ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്കൊന്ന് കടുക് താളിച്ച് കൊടുക്കാം. നേരത്തെ നമ്മൾ എടുത്ത കടായിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വന്നപ്പം അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഉഴുന്നും കൂടെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ഉഴുന്നൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കൂടെ തന്നെ ഞാൻ കുറച്ച് ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഇതൊന്നും കരിഞ്ഞു പോകരുത്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് ചൂടോടുകൂടി തന്നെ നമ്മുടെ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതും കൂടി ചേർക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചട്നി തയ്യാറാക്കൂ. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. അപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ദോശയും കൂടി റെഡിയാക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന ഈ ഇടിയപ്പത്തിനും പുട്ടിനും അപ്പത്തിനും ഒക്കെ വാങ്ങുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതിൽ നിന്നാണ് ഞാൻ 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കടലമാവാണ്, ബേസൻ. അതൊരു 1/4 കപ്പാണ് നമ്മൾ ചേർക്കുന്നത്. അരിപ്പൊടി 1 കപ്പ് എടുത്തപ്പോൾ നമ്മൾ ബേസൻ എടുത്തേക്കുന്നത് 1/4 കപ്പാണ്. ആ ഒരു അളവിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാൻ ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഡയറക്റ്റ് ഈ അരിപ്പൊടിയും കടലമാവും കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഈ മിക്സിയുടെ ബ്ലേഡ് കേടാവാൻ ചാൻസ് ഉണ്ട്, ഇത് കറങ്ങാതെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ മിക്സിയുടെ ബ്ലേഡിന് ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ അതാ നമ്മളിതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാൻ ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് തോലൊക്കെ ചെത്തി ഇതുപോലെ കട്ട് ചെയ്തിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിലേക്ക് അതും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഉരുളക്കിഴങ്ങ് മാത്രം മതി. ഇനി നമ്മുടെ ഈ ദോശയ്ക്ക് ഒരു പുളിപ്പ് കിട്ടുന്നതിന് വേണ്ടി 3 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. ഇനി പുളിയുള്ള തൈരാണെന്നെങ്കിൽ 2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതാ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാവ് തയ്യാറാക്കിയ അതേ ബൗളിൽ തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ലതുപോലെ അരഞ്ഞു കിട്ടണം കേട്ടോ. ഇങ്ങനെ കട്ട കെട്ടിയൊന്നും കിടക്കരുത്. ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ദോശമാവിൻ്റെ പരുവത്തിലാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. 10 മിനിറ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണിത്. നമ്മൾ അരിയും ഉഴുന്നും ഒക്കെ കുതിർക്കാനൊക്കെ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും പെട്ടെന്നൊക്കെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. 2 പിഞ്ച് ബേക്കിംഗ് സോഡ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. ബേക്കിംഗ് സോഡ എങ്ങും കട്ട പിടിച്ചിരിക്കരുത്. ആ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. 2 പിഞ്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അന്നേരം തന്നെ നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. 1.5 തവി മാവാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതാടെ കനം കുറച്ച് ഈ രീതിയിലൊന്ന് നിരത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ചെറിയ ദോശയായിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇതിലേക്ക് എണ്ണയൊന്നും തേച്ച് കൊടുത്തിട്ടില്ല. നമ്മൾ സാധാരണ ദോശക്കല്ലാണ് എടുക്കുന്നുണ്ടെങ്കിൽ ദോശക്കല്ല് നന്നായിട്ടൊന്ന് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് തുടച്ചു മാറ്റിയിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇപ്പോൾ ദാണ്ട നമ്മുടെ ദോശയൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ദാ ഈ ഒരു സമയം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ദോശയുടെ മുകളിലേക്ക് നമ്മൾ ഇതുപോലെ എണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കുമ്പോൾ ദോശ നല്ലതുപോലെ മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. ഇപ്പോൾ അതാ ഒരു സൈഡ് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി തിരിച്ചിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം. ഇതേ രീതിയിൽ ഞാനൊന്ന് ഇതേ രീതിയിൽ ഇത് റോൾ ചെയ്തെടുക്കുകയാണ്. നല്ല ചൂടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. നമ്മൾ ചട്നി റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ദോശ ഉണ്ടാക്കി ചെറിയ ചൂടോട് കൂടി തന്നെ കഴിക്കാവുന്നതാണ്. ചെറിയ ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ക്രിസ്പി ആയിട്ട് ഇത് കഴിക്കാം. അപ്പോൾ ദാ ഒരു ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ദാ നമ്മൾ അടുത്തതും കൂടി ചെയ്യുന്നുണ്ട്. ഇതും ഇതേ രീതിയിൽ തന്നെയാണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. കനം കുറച്ചതായി ഈ ഒരു രീതിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ രണ്ടാമത്തെ ദോശയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വെറൈറ്റി ടേസ്റ്റിലുള്ള ചട്നിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ദോശയാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. Thank you.